എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UGC അംഗീകാരമില്ലാത്ത ഭാരതീയർ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസി കൊടുക്കുന്നു. നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് വഞ്ചനയാണ്. എന്തെന്ന് വെച്ചാൽ UGC അംഗീകാരം 2015 മുതൽ 22 വരെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് ഭാരതീയർ യൂണിവേഴ്സിറ്റി. മദ്രാസ് ഹൈക്കോടതിയിൽ കേസിലുള്ള യൂണിവേഴ്സിറ്റിയും ഭാരതീയർ യൂണിവേഴ്സിറ്റിയാണ്. 2023 ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ കേസിലിരുന്ന യൂണിവേഴ്സിറ്റികളൊന്നും അംഗീകരിക്കില്ലെന്ന് UGC പറഞ്ഞു. മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ UGC സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നതിനുള്ള വ്യക്തമായ UGCയുടെ നോട്ടീസ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2023 പറഞ്ഞ തെളിവാണിത്. 2022 UGC വിവരാവകാശത്തിൽ പറഞ്ഞ മറുപടിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് അടിസ്ഥാനത്തിലാണ് ഇക്വലൻസി കൊടുക്കുന്നത്? UGC നിയമങ്ങൾ തെറ്റിക്കുന്നതല്ലേ ഇവർ ചെയ്യുന്നത്? പിന്നെ ഒരു സന്ദർഭത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ പറയും, ഒരു പ്രസ് മീറ്റ് നടത്തി, ഞങ്ങൾ കൊടുത്ത ഇക്വലൻസി വാലിഡ് അല്ലെന്ന്. അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് ഭാരതീയർ യൂണിവേഴ്സിറ്റിക്കും ഒരേ പ്രശ്നമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2015 മുതൽ 2022 വരെ UGC അംഗീകാരമില്ല. ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രം ഇരട്ടത്താപ്പ നയമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കേസിൽപ്പെട്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് ഇക്വലൻസി കൊടുക്കുന്നത്? അങ്ങനെ അവർ കൊടുക്കുന്നുവെങ്കിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇക്വലൻസി കൊടുക്കേണ്ടതാണ്. 2015 മുതൽ 22 വരെ പഠിച്ചവർക്ക് ഇക്വലൻസി കൊടുക്കുക. അതിന് തയ്യാറാകുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഗവർണർ ശക്തമായ ഇടപെടൽ നടത്തണം. ഇക്വലൻസി കൊടുത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കണം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഭാരതീയറിന് മാത്രം പ്രത്യേകിച്ച് നിയമമൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല നിലവിൽ. സുപ്രീം കോടതിയോ UGCയോ പറയട്ടെ ഭാരതീയറിന് അംഗീകാരമുണ്ട് എന്ന്. അവർ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇക്വലൻസി കൊടുക്കുന്നത്? അവർ പറയാത്തിടത്തോളം കാലം ഇക്വലൻസി കൊടുക്കാനേ പാടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു കള്ളത്തരം ചെയ്യുന്നത് വിശദമായ അന്വേഷണം നടത്തണം. സുപ്രീം കോടതിയിൽ കേസിലിരിക്കെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലും വരാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ ഇക്വലൻസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? UGC അംഗീകാരമുണ്ടോ? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ പാലിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നോക്കിയാണ് കാലിക്കറ്റ് ഇക്വലൻസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും വിവരമില്ലാത്തവരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളവർ. മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റോ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റോ ഒന്നും അറിഞ്ഞുകൂടാ. UGC ഡെബ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫും മറ്റുള്ളവർ. 2022 UGC പബ്ലിക് നോട്ടീസ് ഇറക്കിയത് അണ്ണാമല യൂണിവേഴ്സിറ്റി സംബന്ധിച്ച്. അതേപോലെ 2023 മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. പല ന്യൂസ് മീഡിയകളും റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇവർ പത്രം പോലും വായിക്കൂലേ? മദ്രാസിലുള്ള കേസോ അതോ സുപ്രീം കോടതിയിലുള്ള കേസ് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇക്വലൻസി കൊടുത്തു പോന്നുകൊണ്ടിരിക്കുന്നത്? വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത്. ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയവരും വാങ്ങാത്തവരും ഉണ്ടല്ലോ, അവർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എല്ലാവരും വിവരാവകാശം ചെയ്യേണ്ടതാണ്. നിങ്ങൾ വാങ്ങിയ ഇക്വലൻസി സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ? സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇക്വലൻസിക്ക് നിയമസാധ്യതയുണ്ടോ? UGC അംഗീകാരം ഇല്ലാത്ത സ്ഥിതിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഇക്വലൻസി വാലിഡ് ആണോ? പ്രൂഫ് എടുത്ത് കയ്യിൽ വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നെ ഒരിക്കൽ വിദ്യാർത്ഥികളെ തള്ളിപ്പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ പ്രൂഫ് പ്രയോജനകരമാവും. അതുകൊണ്ട് നിങ്ങളുടെ സേഫ് നിങ്ങൾ നോക്കുക.